ധ്യാനഭാഗം സദൃശവാക്യങ്ങൾ 27 അധ്യായം 1 നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. ബൈബിൾ വിശ്വസിക്കുന്ന നമുക്ക് നാളെ എന്നൊരു ദിവസമുണ്ടെന്നറിയാം. എന്നാൽ നാളെ അല്ലെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പൂർണ്ണമായ അറിവ് നമ്മൾക്കില്ല. നാളത്തെ ദിവസം ചൊല്ലി സ്വയം പ്രശംസ നാം ചെയ്യരുത്. ദൈവിക വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിച്ച ഒരു മൂഢനായ ധനികനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു ഉപമ നാം ലൂക്കോസിൻ്റെ സുവിശേഷം 12 അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അതിപ്രകാരമാണ്: ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. എന്നാൽ നാം എന്തു പറയണമെന്ന് യാക്കോബ് പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 4 അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പു പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് എന്ന് കോവിഡ് പോലുള്ള മഹാവ്യാധികളും കൊടുങ്കാറ്റും പ്രളയവും എല്ലാം പ്രകൃതി തന്നെ മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം കഴിവുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തതെന്നും പലതും ചെയ്യാൻ എനിക്ക് കഴിയുമെന്നും സ്വയം പുകഴ്ത്തരുത്. കാരണം കർത്താവ് അനുവദിക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നമുക്ക് ഇപ്രകാരം പറയാം: ദൈവം അനുവദിച്ചാൽ നാം നാളെ അത് ചെയ്യും എന്ന് പറയാം.